മടത്തിലമ്മ ഫാനിൽ കെട്ടിത്തൂങ്ങി മലയാളി പാതിരി പോലീസ് കസ്റ്റഡിയിൽ. അങ്ങനെ കഷ്ടാനുഭവ ആഴ്ചയിലും കർത്താവിന്റെ മണവാട്ടിയാകുവാൻ തയ്യാറായി വന്ന ഒരു 17-കാരിയായ സന്യസ്ത വിദ്യാർത്ഥിനിയെ മഠത്തിലെ തന്നെ മുറിയിൽ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സീറോ മലബാർ സഭയുടെ അധീനതയിലുള്ള മധ്യപ്രദേശിലെ സത്ന രൂപതയിൽപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള സന്യാസിനി സമൂഹമായ പ്രേക്ഷിതാരാം കോൺഗ്രിഗേഷനിൽപ്പെട്ട മഠത്തിലെ അന്തേവാസിയായിരുന്ന പ്രതിമ ഭഗോവാർ എന്ന അസം സ്വദേശിനിയെയാണ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഏപ്രിൽ 13-ാം തീയതി വൈകിട്ട് 5:30-നാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ പെൺകുട്ടിയെ കൂടെയുള്ളവർ കണ്ടെത്തിയതെന്നാണ് മഠത്തിലുള്ളവരുടെ ഭാഷ്യം. പെൺകുട്ടി ഫാനിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ട് മഠത്തിലുള്ളവർ തൊട്ടടുത്തുള്ള ഒരു പാതിരിയും മലയാളിയുമായ നോബി ജോർജിനെ വിവരമറിയിക്കുകയും നോബി ജോർജ് മഠത്തിലെത്തി പരിശോധിച്ചപ്പോൾ ചെറിയ പൾസുണ്ടെന്ന് മനസ്സിലാക്കി തൂങ്ങി നിൽക്കുന്ന പെൺകുട്ടിയുടെ കഴുത്തിലെ കുരുക്കറുത്ത് നിലത്തിറക്കി ആശുപത്രിയിൽ എത്തിച്ചുവെന്നുമാണ് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. പെൺകുട്ടിയെ തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച വൈദികൻ നോബി ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് രൂപത PRO ജസ്മിൻ മാത്യു പാതിരി പറഞ്ഞു. പ്രാദേശിക BJP പ്രവർത്തകരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് വൈദികനെ പോലീസ് വിടാത്തതെന്നാണ് രൂപതാധികൃതരുടെ ഭാഷ്യം. പെൺകുട്ടി തൂങ്ങി നിൽക്കുന്നത് കണ്ട് മഠത്തിലെ ജീവനക്കാരോടൊപ്പം ആശുപത്രിയിൽ കൂട്ടിനു പോയ നോബി പാതിരിയെ കഴിഞ്ഞ 2 ദിവസമായി പോലീസ് വിട്ടയക്കുകയോ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നാണ് PRO യുണൈറ്റഡ് കാത്തലിക് ന്യൂസ് വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചത്. മരിച്ച സന്യസ്ത വിദ്യാർത്ഥിനിയുടെ കുടുംബാംഗങ്ങൾ വന്ന ശേഷം മാത്രമേ മറ്റ് നടപടികൾ ഉണ്ടാകുകയുള്ളൂ. കസ്റ്റഡിയിലുള്ള നോബി ജോർജിനെതിരെ ഇനിയും നിയമ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. അയാളെ പ്രതിയാക്കുവാനുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലെന്നും പോലീസ് പറയുന്നുവെന്ന് സഭാ അധികൃതർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 60 വർഷമായി സത്നയിൽ ഈ കോൺഗ്രിഗേഷൻ പ്രവർത്തിച്ചു വരികയാണ്. രൂപതയുടെ കീഴിൽ നിരവധി സ്കൂളുകളും ആശുപത്രികളും അനാഥാലയങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ആദിവാസി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട നിരവധി പേരെ ഈ കോൺഗ്രിഗേഷൻ ക്രിസ്ത്യാനികൾ ആക്കി മാറ്റി അവർ സത്നയിലും പരിസര പ്രദേശങ്ങളിലുമായി താമസിക്കുന്നുണ്ട്. പാവപ്പെട്ട ആദിവാസി മേഖലകളിൽ പോയി അവർക്ക് പാൽപ്പൊടിയും ചെറിയ സഹായങ്ങളും ഒക്കെ കൊടുത്താണ് ഇവർ മതപരിവർത്തനം നടത്തുന്നത്, അല്ലാതെ ക്രിസ്തുവിനെ പ്രസംഗിച്ചല്ല. പക്ഷേ പഴയ പോലെ ഇവരുടെ പരിപാടികളൊന്നും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ വിലപ്പോകുന്നില്ല. കാരണം ഈ പണിക്കിറങ്ങുന്ന പാതിരിമാരെയും മടത്തിൽമ്മമാരെയും നാട്ടുകാർ എടുത്തിട്ട് അറിഞ്ഞാം പുറഞ്ഞം ഇടി കൊടുത്തു തുടങ്ങി. നോർത്ത് ഇന്ത്യയിൽ പോയി തെമ്മാടിത്തരം കാണിച്ചിട്ട് അടിമേടിച്ച് കിട്ടുമ്പോൾ വലിയ വായിൽ ഇവർ നിലവിളിക്കുന്നു, അയ്യോ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നേ എന്ന്. ഈ കഷ്ടാനുഭവ ആഴ്ചയിലും താങ്ങാൻ പറ്റാത്ത എന്ത് വിഷമമാണ് ഈ മടത്തിലമ്മമാർക്ക് മഠത്തിലുള്ളത് എന്ന് പള്ളിത്തന്തമാർ വിശദമാക്കണം. ആദ്യം പാതിരികൾക്കും മടത്തിലമ്മമാർക്കും മാനസിക ആരോഗ്യമുണ്ടാക്കി കൊടുത്തിട്ട് പോരെ വിശ്വാസികൾക്ക് ഉണ്ടാക്കാൻ വരുന്നത് എന്നാണ് ഞങ്ങളുടെ എളിയ ചോദ്യം. കുടുംബമില്ല, കുട്ടികളെ പോറ്റണ്ട, ആർക്കും ചെലവിന് കൊടുക്കേണ്ട, എന്നിട്ടും താങ്ങാൻ പറ്റാത്ത എന്ത് ദുഃഖമാണ് കർത്താവിൻ്റെ മണവാട്ടികൾക്കുള്ളത്. മഠത്തിനുള്ളിൽ കുപ്പായം പൊക്കാൻ വരുന്ന പാതിരിപ്പാമ്പുകളെക്കുറിച്ചും നിരവധി മഠത്തിലമ്മമാർ ഞങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലൈംഗിക ചൂഷണം നടത്തി കൊന്നു കെട്ടിത്തൂക്കുകയോ എടുത്ത് കിണറ്റിലിടുകയോ ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി സഭയുടെ പണവും സ്വാധീനവും കൊണ്ട് അവയൊക്കെ തേച്ചുമാച്ച് കളയപ്പെടുന്നു. അവസാനം മരിച്ച മഠത്തിലമ്മയ്ക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു, മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യും. ഇപ്പോൾ യാതൊരു നിർവാഹവുമില്ലാത്ത വീട്ടിലെ പെൺകുട്ടികളാണ് മഠത്തിൽ കന്യാസ്ത്രീകളാകാൻ പോകുന്നത്. ഇതുപോലെയുള്ള ദുരൂഹമരണങ്ങൾ ഉണ്ടാകുമ്പോൾ വീട്ടുകാർക്ക് വാരിക്കോരി പണം നൽകി കഴിയുമ്പോൾ അവർ കേസിന് പോലും പോകില്ല. അസം സ്വദേശിനിയായ ഈ പെൺകുട്ടിയുടെ മരണത്തിലും ഒടുക്കം അതുതന്നെയാവും സംഭവിക്കുക. പെടുമരണങ്ങളുടെ ലിസ്റ്റിൽ ഒരു മഠത്തിൽ അമ്മ കൂടി, അത്ര തന്നെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.